ഈ പുണ്യമായ റബീഉൽ അവ്വൽ എന്ന് പറയുന്നത് തന്നെ മൗലിദ് എന്നതാണ് നമുക്ക് ഓർമ്മ വരിക അല്ലെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദിനെയാണ് നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നു വരുന്നത് അല്ലേ. എല്ലാവരും അത് തന്നെയാണ് ഓർക്കുക. മൗലിദ്, ആ മൗലിദ് പാരായണം, ആ മൗലിദിന്റെ സദസ്സാണ് എല്ലാവർക്കും ഓർമ്മ വരിക. അള്ളാഹു ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ. എന്നാൽ എൻ്റെ പ്രിയമുള്ളവരെ, ആ മൗലിദിന്റെ മജ്‌ലിസിന്റെ വല്ലാത്ത മഹത്വമുണ്ട്. അതാ നമ്മുടെ വീട്ടിനകത്തൊക്കെ നമ്മൾ പരിശുദ്ധമായ മൗലിദ് കർമ്മം നമ്മൾ നടത്തണല്ലോ. എല്ലാവരും മൗലിദ് പാരായണം നടത്തുകയാണ്, നമ്മുടെ നാടുകളിൽ നടത്തുകയാണോ? എന്നാൽ അതിനെ കുറിച്ചൊന്ന് അറിയണേ പ്രിയമുള്ളവരെ, എൻ്റെ പ്രിയമുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്? അതിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് സമ്പത്ത് ചെലവഴിക്കുന്നത്? അതാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റഫീഖി ഫിൽ ജന്നah. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മൗലിദ് കർമ്മത്തിന് വേണ്ടിയിട്ട് ആരാണ് അവിടുന്ന് ഒരു ദിർഹമെങ്കിലും ചെലവാക്കുന്നത്? അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അവനിക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുകയാണ്. പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകമുണ്ടല്ലോ, എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന, എല്ലാവരും കടക്കാൻ ആഗ്രഹിക്കുന്ന പടച്ച റബ്ബേ, എല്ലാവരും അവിടുന്ന് പടച്ച റബ്ബിനോട് 5 വഖത്ത് നമസ്കാര ശേഷവും തേടിക്കൊണ്ടിരിക്കുന്ന ഏത് ദുആന്റെ മജ്‌ലിസിലും പടച്ച റബ്ബേ കൈയുയർത്തിയിട്ട് അവിടുന്ന് ചോദിക്കുന്ന അല്ലാഹ് പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗലോകമുണ്ടല്ലോ, ആ സ്വർഗ്ഗലോകം അവർക്ക് ഉറപ്പാണെന്ന് അല്ലാഹുവേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വീണ്ടും അതാ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് അവിടെ നിന്ന് പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദ് അഹ്യൽ ഇസ്ലാം. ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മൗലിദ് ഓതുന്നതിനെ, ആ പുണ്യമാന മൗലിദിനെ, ആ പുണ്യമാന മജ്‌ലിസിനെ ആരാണ് അവിടുന്ന് ബഹുമാനിക്കുന്നത്? ആരാണ് അവിടുന്ന് ആദരവ് കാണിക്കുന്നത്? അവിടെ വല്ലാത്ത പ്രതീക്ഷ കൊണ്ട് ആ പുണ്യമാന മജ്‌ലിസിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നവരാരോ? അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അവര് ആരെ പോലെയാണെന്നറിയോ? ഫഖദ് അഹ്യൽ ഇസ്ലാം. അവർ പരിശുദ്ധമായ ഇസ്ലാമിനെ അവിടുന്ന് ജീവിപ്പിച്ചവരെ പോലെയാണോ? അള്ളാന്റെ പരിശുദ്ധമായ ഇസ്ലാമിനെ ജീവിപ്പിച്ചവരെ പോലെയാ. വീണ്ടും അതാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നമാ ശഹീദ ഗസ്വത്ത് ബദരിൻ വഹുനൈൻ. ആരാ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദിനെ ബഹുമാനിക്കുന്നവരാരാണ്? അതിനു വേണ്ടിയിട്ട് ഒരു ദിർഹമെങ്കിലും ചെലവഴിക്കുന്നവരാരാ? അവർ ബദർ യുദ്ധത്തില്, ഹുനൈൻ യുദ്ധത്തില് പങ്കെടുത്തവരെ പോലെയാ എന്നവിടുന്നതാ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. വീണ്ടും അതാ അവിടുന്ന് അലി റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്, മൻ അല്ലമ മൗലിദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന സബബൻ ലിഖിറാഅതിഹി ലാ യഖ്റുജു മിനദ് ദുനിയാ ഇല്ലാ ബിൽ ഈമാൻ വയദ്ഖുലുൽ ജന്നാ. അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ആരാണ് അള്ളാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഓതുന്ന മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദിന്
ആരാണ് ബഹുമാനിക്കുന്നത്, ആരാണ് ആദരിക്കുന്നത്, അത് കാരണമായിട്ട് അല്ലാഹ് കൊടുക്കുകയാണ്. അവനിക്ക് ഈമാനോട് കൂടെയുള്ള മരണം കൊടുക്കുകയാ, അവനിക്ക് ഈമാനോട് കൂടെയുള്ള മരണം കൊടുക്കുകയാണ്. മാത്രമല്ല വിചാരണയില്ലാതെ അവന് സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാ, വിചാരണയില്ലാതെ അവന് സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണെന്ന് അതാ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്തൊക്കെ മൗലിദിന്റെ സ്വരങ്ങൾ ഉയരട്ടെ. പടച്ച തമ്പുരാന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ് പാരായണം അവിടുന്ന് ഉയരട്ടെ.